ഹരിയാനയിലെ ജെ പാർട്ടിയുടെ നേതാവായ ദുഷ്യന്ത് ചൗട്ടാല കോൺഗ്രസ് നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. വളരെ വ്യക്തമായി തന്നെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസുമായി എല്ലാ രീതിയിലും സഹകരണം ഉണ്ടാകും, ഇനിയുള്ള കാലം അത്രയും കോൺഗ്രസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കണം എന്നുള്ളത് കൃത്യമായി തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു. കർഷകരുമായി ബന്ധപ്പെട്ട വിഷയം വന്നപ്പോൾ കോൺഗ്രസ് എടുത്ത ധീരോദാത്തമായ നിലപാടിനെ അദ്ദേഹം പ്രശംസിച്ചു. രാഹുൽ ഗാന്ധി ഒരു പുത്തൻ പ്രതീക്ഷ തന്നെയാണ് ലോക്സഭയിലും ഇന്ത്യ രാജ്യത്തും നൽകിയിരിക്കുന്നത്. ലോക്സഭയിൽ ഇനി ബില്ലുകൾ പാസ്സാക്കുന്നത് അത്ര എളുപ്പമായിരിക്കില്ല BJPക്ക്. തോന്നുംപടി അവർ ആവശ്യപ്പെടുന്ന രീതിയിലുള്ള അവരുടെ അജണ്ടകൾ നടപ്പിലാക്കാൻ ഇനി ലോക്സഭയെ ഉപയോഗിക്കാൻ കഴിയില്ല. സ്പീക്കർ ഓം ബിർള കളിപ്പാവയായി മോദിക്ക് മുന്നിൽ വഴങ്ങിക്കൊടുത്താൽ പോലും പ്രതിപക്ഷം ശക്തമായി നിന്നാൽ ഓം ബിർളയ്ക്ക് അത്ര എളുപ്പമായിരിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ഓം ബിർളയെ നാണം കെടുത്തുന്ന രീതിയിൽ രാഹുൽ ഗാന്ധി പറഞ്ഞത്, നിങ്ങൾ നരേന്ദ്രമോദിയുടെ മുമ്പിൽ ഓച്ഛാനിച്ച് നിൽക്കുകയും എനിക്ക് കൈ തന്നപ്പോൾ നേരെ തന്നെ നിവർന്നു നിന്ന് നട്ടല് നിവർത്തി നിങ്ങൾ എനിക്ക് ഹസ്തദാനം നൽകുകയും ചെയ്തു. ഇതിൽ നിന്നും ഞാൻ മനസ്സിലാക്കേണ്ടത് എന്താണ്? നിങ്ങൾ പക്ഷപാതിയാണ്. നിങ്ങൾ അവസരത്തിനൊത്ത രീതിയിലാണ് നിങ്ങൾ കളിക്കുന്നത്. രാജ്യസഭയിലും ലോക്സഭയിലുമുള്ള അതാത് സഭ നിയന്ത്രിക്കുന്നവർ എങ്ങനെയാണ് BJPക്ക് വേണ്ടി മാത്രം വഴങ്ങാൻ കഴിയുന്നത്? ഇതിലൂടെ നിങ്ങൾ ഈ രാജ്യത്ത് നൽകുന്ന തെറ്റായ ഒരു സന്ദേശമുണ്ട്. സ്പീക്കർ പല കാര്യങ്ങളിലും നിഷ്പക്ഷമായിരിക്കണം. ആ കാര്യത്തിലൊന്നും ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകരുത്. ഇതുതന്നെയാണ് വ്യക്തമാക്കുന്നത്. ഇങ്ങനെ പറഞ്ഞ ഒരു പ്രതിപക്ഷ നേതാവിനെ ഹരിയാനക്കാർ എങ്ങനെ മനസ്സിലാക്കാതിരിക്കും? ഇപ്പോൾ ഹരിയാനക്കാർ മനസ്സിലാക്കുന്നു 5 സീറ്റല്ല 10 സീറ്റും കോൺഗ്രസിന് തന്നെ നൽകണമായിരുന്നുവെന്ന്. അതാണ് JJP നേതാവായ ദുഷ്യന്ത് ചൗട്ടാല പറഞ്ഞത്. രാജ്യസഭയിൽ ഞങ്ങൾ പിന്തുണയ്ക്കാൻ കാരണം ഇതുപോലുള്ള ധീരോദാത്തമായ നടപടിയെടുക്കാൻ ഇപ്പോൾ കോൺഗ്രസിനെ കെൽപ്പുള്ളൂ എന്നത്. BJPയുടെ അജണ്ടകളെ പൊളിച്ചെടുക്കാനുള്ള കെൽപ്പ് കോൺഗ്രസിന് മുൻകാലങ്ങളിൽ ഇല്ലാതെ പോയത് BJP ഇത്ര കണ്ട് അഹങ്കരിക്കാൻ കാരണമായി. ഇപ്പോൾ അവരുടെ അഹങ്കാരം ലേശം കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് പൂർണ്ണമായും അടിച്ച് തകർക്കണമെങ്കിൽ കോൺഗ്രസിനെ മുന്നോട്ട് കൊണ്ടുവന്നാലേ പറ്റൂ. ഹരിയാനയിൽ കോൺഗ്രസിനെ അധികാരത്തിലേറ്റാൻ തങ്ങളാൽ കഴിയുന്നത് എല്ലാം ചെയ്യും. ഉപാധികളോടെയല്ല ഞങ്ങൾ വ്യവസ്ഥ മുന്നോട്ട് വയ്ക്കുന്നത്. അത് ദുഷ്യന്ത് ചൗട്ടാല ആദ്യം തന്നെ പറയുകയുണ്ടായി. നിലവിൽ ഹരിയാനയിൽ 5 ലോക്സഭാ സീറ്റ് മാത്രമേ ഇന്ത്യ മുന്നണിക്ക് കിട്ടിയുള്ളൂ. പക്ഷേ വരും കാലങ്ങളിൽ അവിടെ വലിയ രീതിയിലുള്ള മുന്നേറ്റമായിരിക്കും. ഹരിയാനയിലെ കർഷകരോട് BJP കാണിച്ച ക്രൂരതയ്ക്കും കങ്കണ റണൌത്ത് ഉൾപ്പെടെയുള്ള നേതാക്കൾ എത്രമാത്രം കർഷകരെ തള്ളി പറഞ്ഞു എന്നുള്ളതിനും കൃത്യമായി മറുപടി കിട്ടും. കർഷകരെ ആന്തോളൻ ജീവികൾ എന്ന് പറഞ്ഞ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആ വാക്ക് ഒരിക്കലും ഞങ്ങൾ മറക്കില്ല എന്ന് തന്നെയാണ് ഹരിയാനയിലുള്ള കർഷകർ പറയുന്നത്. ദുഷ്യന്ത് ചൗട്ടാല എടുക്കുന്ന ധീരോദാത്തമായ നിലപാടിന് ശക്തമായി അണിനിരക്കുകയാണ് ജനങ്ങൾ. ഇത് കുറച്ചുകൂടി മുന്നേ ആകാമായിരുന്നു എന്നാണ് ദുഷ്യന്തിനോട് അനുകൂലികൾ പറയുന്നത്. തൻ്റെ പാർട്ടിക്ക് വേരുറപ്പുണ്ടാക്കിയതും അവിടെ വിജയിക്കാൻ കഴിഞ്ഞതും ഉപമുഖ്യമന്ത്രി സ്ഥാനം എത്തിക്കാൻ അവിടെ 10 MLA തന്നതും ഹരിയാനയിലെ കർഷകരാണ്. അവരോട് നന്ദികേട് കാണിക്കുന്ന ഒരു തീരുമാനവും താൻ എടുക്കില്ല എന്നാണ് ദുഷ്യന്ത് പ്രഖ്യാപിച്ചിരിക്കുന്നത്.